നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ഒരു സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ നോക്കട്ടോ. ദെൻ ഇത് ഞാൻ ആഫ്റ്റർ എഫക്റ്റ് മോഷൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാട്ടോ. ജസ്റ്റ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കാണിക്കാം. ഫയൽ ന്യൂ, നമുക്ക് പിക്സൽ സെലക്ട് ചെയ്യാം. ദെൻ 1080 1080 കൊടുക്കണമല്ലുണ്ട്. ഞാൻ അധികം 1500 1500 കൊടുക്കുക. ഇതും ഇൻസ്റ്റഗ്രാം അളവ് തന്നെയാണ്. ദെൻ സ്റ്റാറ്റസിനൊക്കെ പറ്റിയ അതാണ് 1500 കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഒരു സൗകര്യമുള്ള പോലെ തോന്നിയിട്ട്. അപ്പോൾ റെസൊല്യൂഷൻ 300 കൊടുക്കുക. കളർ മോഡ് RGB ക്രിയേറ്റ് കൊടുത്തു. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരണം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ അടിച്ചെടുത്താൽ മതി ഇൻഡിപെൻഡൻസ് ഡേ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ വരും. അപ്പോൾ ഞാനൊരു ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചെന്ന് കേട്ടോ. ഇനി സെലക്ട് ചെയ്യാണ്ടേയും ഞാൻ കൊണ്ടുപോകില്ല, ഇങ്ങനെ ഒരു പോയി കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്താണ്ട് ഇപ്പം നമ്മൾ ചില ഇമേജ് AVF ഫയൽ അങ്ങനെയൊക്കെ കാണുമല്ലോ. അതൊക്കെ എന്ത് ചെയ്യാറോ, ഇല്ലുസ്ട്രേറ്ററിലാവുമ്പോൾ അത് നമുക്ക് സേവ് ചെയ്താൽ തന്നെ ലിങ്ക് അവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പിന്നെ അത് ഓപ്പൺ ആക്കുമ്പോൾ ലിങ്ക് മിസ്സിങ് കാണിക്കും. ഫോട്ടോഷോപ്പിൽ അതിൻ്റെതൊന്നുമില്ല. ഇവിടെ ഉണ്ട് കോപ്പി ഇമേജ് കൊടുക്കുക. കോപ്പി ഇമേജ് കൊടുത്തിട്ട് ഫോട്ടോഷോപ്പ് എടുക്കുക, Ctrl+V. അപ്പോൾ അതിവിടെ വരും. സേവ് ചെയ്യാൻ പറ്റാത്തൊക്കെ ഞാൻ അങ്ങനെയായിട്ട് ചെയ്യല്. ദെൻ നമുക്കൊന്ന് സ്കെയിൽ ചെയ്യാം. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഇമേജസ് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇതിലുള്ളത് നിങ്ങൾ കൊണ്ടുവരിക. ജസ്റ്റ് ഞാൻ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് PNG ആയി കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ട്, PNG Wing. അവിടുന്ന് നമുക്ക് വേണ്ട ഇമേജസ് കൊണ്ടുവരാം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് സേവ് ചെയ്താൽ ഡയറക്റ്റായി യൂസ് ചെയ്യാം. മറ്റേത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് ചിലതിൻ്റെ ക്ലാരിറ്റി പോവും, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു സംഭവം ഡൗൺലോഡ് ആക്കി വെച്ചിട്ട് PNG Wing ആണ്. ജസ്റ്റ് നമുക്ക് PNG Wing സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എടുത്ത് ഇങ്ങനെ ഇൻ്റർഫേസ് കിട്ടും. ഞാൻ ഈ ഇന്ത്യ ഡൗൺലോഡ്സ് ആക്കി വെച്ചാൽ ഇവിടെ ഡൗൺലോഡ്സ് ഓപ്പൺ കൊടുത്താൽ ക്ലിക്ക് ആൽഫ ചോദിക്കും. അത് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ്സിൽ വരും കേട്ടോ. അങ്ങനെ ഞാൻ സംഭവം അവിടെ കൊണ്ടുവരാണ്. ഡൗൺലോഡ്സ് ആക്കി വെച്ചു. ഡൗൺലോഡ്സ് കൊടുത്തു, ഡൗൺലോഡായി. ഫസ്റ്റ് ഞാൻ ഇന്ന് കുറേ ഡൗൺലോഡ് ആക്കിയതാണ്. ആൽഫ ചോദിക്കുമല്ലോ. ഈ സൈറ്റ് തുറന്ന് ഫസ്റ്റായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആൽഫ ചോദിക്കും കേട്ടോ. അത് അതിൽ ഓല് പറയുന്ന അപ്പം ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ആവും. അങ്ങനെ ഞാൻ ആ ഇന്ത്യ ഇവിടെ പ്ലേസ് ചെയ്യാണ്. ഇങ്ങനൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. സ്കെയിൽ ചെയ്തു, അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ദെൻ പിന്നെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്ത് ഇതൊക്കെ ആ സൈറ്റിലുണ്ടാവും. PNG Wing സംഭവത്തിൽ ഉണ്ടാവും. ഇങ്ങനൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഒന്ന് സ്കെയിൽ ചെയ്യാം. ഇതും ഒന്ന് സ്കെയിൽ ചെയ്തു. ഈ ഫ്ലാഗൊക്കെ ഉണ്ടാവും കേട്ടോ. ട്രാൻസ്പെറൻ്റായ ഫ്ലാഗുകളും സംഭവങ്ങളും ഇതുണ്ടോ. ഫ്ലാഗ് നിങ്ങൾക്ക് വേണ്ട മോഡൽ ഫ്ലാഗ് ഇതിൽ നിന്ന് എടുക്കട്ടോ. ഞാനത് ഡൗൺലോഡ് ആക്കി വെച്ചിന്, അതുകൊണ്ട് അതെന്നെ എടുക്കുകയാണ്. അങ്ങനെ ഫ്ലാഗ് കൊണ്ടുപോയിട്ടു. ലെയർ ഫ്രണ്ട് ആക്കട്ടെ. അങ്ങനെ ഫ്രണ്ടിലിട്ടു. ദെൻ ഫ്ലാഗ് ഒന്ന് ഇപ്പോഴത്തെ സെറ്റ് ചെയ്തു. ഒന്ന് സ്കെയിൽ ചെയ്യുകയാണേ. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്തു. ലെയേഴ്സ് എവിടെ? ഇനി ഈ ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ടല്ലോ, അതങ്ങനെ മൂവായി കളിക്കാൻ ലോക്ക് ചെയ്തിട്ട് അത് ഇനി അത് ഇളകി കളിക്കൂല. മൊത്തം ഒന്ന് സെലക്ട് ചെയ്താണ്ട് ഒന്ന് താഴോട്ട് വെച്ചു. ഈ ഇന്ത്യ ഒന്ന് മുകളിൽ വെക്കാം. ചക്രം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്നുകൂടെ താഴോട്ട് വെച്ചു. ഇൻഡിപെൻഡൻസ് ഡേ. നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് ഏതാ വെച്ചാൽ കൊടുക്കട്ടോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഒന്ന് സ്കെയിൽ ചെയ്യണേ. നമുക്ക് ആവശ്യമുള്ള വലിപ്പം മതിയല്ലോ. ഇനി ഇവിടെ അല്ലേ താഴെ നിങ്ങളെ ലോഗോ കൊടുക്കുക. ആർക്കാ ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ നിങ്ങളെ ലോഗോ പ്ലേസ് ചെയ്യുക. ഈ ഒരു പ്രാവ് പറഞ്ഞുകൂടി കൊടുക്കട്ടോ. ഈ PNG Wing എടുക്കണം. ഞാൻ ബിഗിനേഴ്സിന് ഒന്നുകൂടെ കാണിച്ചു തരാം. PNG Wing സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺ ഫ്ലൈ. അപ്പം നിങ്ങൾക്ക് വേണ്ടേ ഒരു പ്രാവ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങോട്ടേക്ക് പറഞ്ഞതില്ലേ,
ഡൗൺലോഡ്സ് കൊടുത്തു, ഡൗൺലോഡായിട്ടോ. ഫയലിൽ പ്ലേസ് എംബഡഡ്, ഒന്ന് സ്കെയിൽ ചെയ്യാം. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പം നമുക്കൊരു കൺസെപ്റ്റ്, ഞാനിങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. ഒന്ന് സ്കെയിൽ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾ ലോഗോ പ്ലേസ് ചെയ്താൽ നമുക്ക് ചെറിയൊരു പോസ്റ്റർ ആയാലേ. ഈ പോസ്റ്റർ ഞാൻ മോഷൻ കൊടുത്ത് ആഫ്റ്റർ എഫക്റ്റിൽ ചെയ്ത ഷോർട്ട് വീഡിയോ ഇട്ടണം കേട്ടോ. ഈ ചക്രം കറങ്ങുന്നതും പ്രാവ് പറക്കുന്നതും ഈ ഫ്ലാഗൊക്കെ ഇങ്ങനെ ആടണതൊക്കെ നമുക്കൊന്ന് സേവ് ചെയ്യാം. എക്സ്പോർട്ടിൽ ഫയലിൽ എക്സ്പോർട്ടേഴ്സ്, ക്വാളിറ്റി ഫുള്ള് കൊടുക്കുക, എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുക, പേര് എന്തെങ്കിലും, ഞാൻ ഇന്ത്യ ആണ് എടുക്കേണ്ടത്, ഇന്ത്യ കൊടുത്തു, സേവ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റർ. സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ഒരു ഐഡിയ കിട്ടാൻ ഈസി ആയിട്ടുള്ള ചെറിയൊരു പോസ്റ്റർ. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് കിട്ടണം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ചാനലിന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.